എടാ ഫ്രാങ്ക്ലിൻ, അപ്പം ഞാൻ അങ്ങ് ഇറങ്ങുക. എടാ സുരേഷേ, നിനക്ക് ഇപ്പം തന്നെ പോകണോ? കുറച്ച് കഴിഞ്ഞ് പോയാൽ പോരെ? ഇല്ലടാ ഫ്രാങ്ക്ലിനെ, വീട്ടിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഇപ്പം തന്നെ പോകണം. ഇപ്പോൾ തന്നെ സമയമൊന്നും ഇല്ലടാ ഫ്രാങ്ക്ലിനെ, അപ്പം ഞാൻ അങ്ങ് ഇറങ്ങുക. എടാ സുരേഷ്, എന്നാൽ പിന്നെ നീ പോയിക്കോ. എടാ ഇത് നിൻ്റെ പുതിയ വണ്ടിയല്ലേ? ആടാ ഫ്രാങ്ക്ലിനെ, ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച വണ്ടിയാണ്. ഇതിൻ്റെ പേര് ഇനോവ ക്രിസ്റ്റ. എടാ സുരേഷ്, ഞാൻ ഇതിനകത്തൊന്നും കയറട്ടെ? ഡോഡോഡോ ഫ്രാങ്ക്ലിനോ, നീ എന്തോ ചെയ്യാൻ പോകുന്നു? അല്ലടാ സുരേഷേ, ഞാൻ ഈ വണ്ടിയിലൊന്നും ജസ്റ്റ് കയറി നോക്കാൻ പോയതാ. ഡോഡോഡോ, നിനക്ക് ഇതിലൊത്തൊന്നും തൊടാൻ പോലും യോഗ്യതയില്ല. ഇത് എത്ര രൂപയുടെ വണ്ടിയാണെന്നറിയാവോ? എടാ അല്ലടാ സുരേഷേ, നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ, അപ്പോൾ അതിനകത്തൊന്ന് കയറുന്നത് എന്താടാ കുഴപ്പം? കാര്യം നമ്മൾ ഫ്രണ്ട്സൊക്കെ തന്നെയാണോ ഫ്രാങ്ക്ലിനെ, പക്ഷേ ഈ കാറിന് അത്യാവശ്യം നല്ല വിലയുണ്ടോ ഫ്രാങ്ക്ലിനെ? നിനക്കൊന്നും ഇത് തൊടാൻ പോലെയുള്ള യോഗ്യതയില്ല. സോറി ഫ്രാങ്ക്ലിനെ, എനിക്ക് പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട്. പിന്നെ നിൻ്റെ കയ്യിൽ ആ ഒരു പാട്ട സ്പ്ലെൻഡറല്ലേ ഉള്ളൂ. നിനക്കൊന്നും ഈ കാർ വാങ്ങിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഫ്രാങ്ക്ലിനെ, എന്നാൽ പിന്നെ ഞാൻ അങ്ങ് പോവാം. ഡാ സുരേഷേ, നീ എന്നെ വേണേൽ പറഞ്ഞോ, പക്ഷെ ആ സ്പ്ലെൻഡറിനെ നീ പറഞ്ഞല്ലേടാ, അതെൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ്. ഓക്കെ, ഞാൻ ഇതിനകത്ത് കയറുന്നൊന്നും ഇല്ല. നിനക്ക് കാശിൻ്റെ അഹങ്കാരമല്ലേ? അല്ലോടാ ഫ്രാങ്ക്ലിനെ, എനിക്ക് അഹങ്കാരമൊന്നുമല്ല. നിനക്ക് ഇതിൽ കയറാനുള്ള യോഗ്യതയില്ല, അതുകൊണ്ട് ആണ് ഞാൻ ഇതിനകത്ത് കയറ്റാത്തത്. നിനക്ക് അത്യാവശ്യം നല്ല കാശൊക്കെ ഉണ്ടായിരുന്നേ ഞാൻ കയറ്റിയേനെ. അപ്പം ഞാൻ പോവാടാ ഫ്രാങ്ക്ലിനെ. പുള്ളി നമ്മളെ പറ്റി പറഞ്ഞു കേട്ടോ, നമുക്ക് ആ കാറിൽ കയറാനുള്ള യോഗ്യത പോലും ഇല്ലെന്ന്. ആടാ ഷിൻചാനെ, ആ സുരേഷ് നമ്മളെക്കുറിച്ച് എൻ്റെ അടുത്ത് അങ്ങനെ പറയാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. പക്ഷെ അവന് കുറച്ച് കാശൊക്കെ ആയപ്പോൾ അവൻ നമ്മളെയൊക്കെ മറന്നടാ ഷിൻചാനെ. പക്ഷെ അവൻ എൻ്റെ സ്പ്ലെൻഡറിനെ പറഞ്ഞു, അതെനിക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. പിന്നെ ഞാൻ അവനെ ഒന്നും ചെയ്തില്ല. പുതിയൊരു കിടക്കാച്ചി വില കൂടിയ കാർ വാങ്ങിച്ചിട്ട് അവൻ്റെ മുമ്പേ പോ ഫ്രാങ്കിംബേ. എടാ ഷിൻചാനെ, നീ എന്ത് പറയുന്ന? ഇപ്പോഴത്തെ കാറിന്, അതും അവൻ്റെ ആ ഒരു കാറിനെക്കാട്ടിയും വില കൂടിയ കാറിനൊക്കെ ഭയങ്കര വിലയാവടോ ഷിൻചാനെ. ഒരു EMI ഇട്ടൊരു കാർ വാങ്ങിക്കും ഫ്രാങ്കിംബേ. എടാ ഷിൻചാനെ, EMI ഇട്ട് കാറ് വാങ്ങിക്കാനാണെങ്കിൽ അവനെക്കാട്ടിലും ആ ഒരു വില കൂടിയ കാറിനൊക്കെ EMI എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശമ്പളത്തിനെക്കാട്ടിലും കാശായിരിക്കും എടാ ഷിൻചാനെ. പിന്നെ നമുക്ക് വീട്ടു ചിലവിനൊന്നും ഒരു കാശും കിട്ടത്തില്ല. കിട്ടുന്ന കാശെല്ലാം EMIക്ക് അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് അതൊന്നും വേണ്ട ഷിൻചാനെ. ഫ്രാങ്കിംബേ, അയാൾ നമ്മളെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞേ? ഫ്രാങ്കിംബേയുടെ സ്പ്ലെൻഡറിനെ കുറിച്ച് അയാൾ പറഞ്ഞു. ആടാ ഷിൻചാനെ, സ്പ്ലെൻഡറിനെ കുറിച്ച് പാട്ട് സ്പ്ലെൻഡർ എന്നാ ഫ്രാങ്കിംബേ അയാൾ പറഞ്ഞു. ശരിയാടാ ഷിൻചാനെ, അത് ശരിയാ. ഫ്രാങ്കിംബേ വില കൂടിയ കാർ വാങ്ങിച്ചിട്ട് അവൻ്റെ ഫ്രണ്ടെ കൊണ്ടുപോയിട്ട് ഷോ കാണിക്കും ഫ്രാങ്കിംബേ. ആടാ ശരിയാടാ ഷിൻചാനെ. എടാ ഷിൻചാനെ, നീ എന്നെ നൈസായിട്ട് എരി കയറ്റുന്നുണ്ടല്ലോടാ. ഫ്രാങ്കിംബേക്ക് അങ്ങനെ തോന്നിയോ? ഇല്ലല്ലോ. എടാ ഷിൻചാനെ, നിനക്കിപ്പോൾ പുതിയ കാറ് വേണോ? അതിനുവേണ്ടി നീ കാണിക്കുന്ന അടവാ. ഞാൻ നിൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞാടാ ഷിൻചാനെ വന്ന്. ഫ്രാങ്കിംബേ എങ്ങനെയും പൈസ ഉണ്ടാക്ക്. ആടാ ഷിൻചാനെ, പറഞ്ഞ പോലെ നമ്മുടെ ഒരു ലോസ് ആൻഡോസ് ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചലഞ്ച് കാണും. നമുക്ക് മൈക്കിളിനെ വിളിച്ച് ചോദിക്കാം, അങ്ങനെ കാശുണ്ടാക്കാൻ പറ്റും. ഹലോ മൈക്കിളെ. ഹലോ, എന്താടാ ഫ്രാങ്ക്ലിനെ? എടാ മൈക്കിളെ, അത് പിന്നെ നമ്മുടെ ഒരു ലോസ് ആൻഡോസിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ചലഞ്ചസ് വല്ലതും ഉണ്ട്? അതായത് നമുക്ക് ക്യാഷ് പ്രൈസൊക്കെ സമ്മാനമായിട്ട് കിട്ടുന്ന എന്തെങ്കിലും ഒരു ചലഞ്ചൊക്കെ. ഫ്രാങ്ക്ലിനെ, നമ്മുടെ ഒരു ലോസ് ആൻഡോസിൽ നാളെ ഒരു ചലഞ്ചുണ്ട്. ഒരു ബോക്സിങ് ചലഞ്ചാണ്. അതിന് ജയിച്ചു കഴിഞ്ഞാൽ 1 കോടി രൂപയാണ് സമ്മാനമായിട്ട് ലഭിക്കുക. എന്താണ് നിനക്ക് ഈ ചലഞ്ചിൽ വല്ലതും പങ്കെടുക്കണോ? എന്തോടാ ബോക്സിങ് ചലഞ്ചാ? അതിന് ജയിച്ചു കഴിഞ്ഞാൽ 1 കോടി രൂപ സമ്മാനം കിട്ടുന്ന? ഓക്കെ, പക്ഷേ ഇത് സ്ഥലം എവിടെയാ? എടാ ഫ്രാങ്ക്ലിനെ, അത് പിന്നെ ഞാൻ ഇന്ന് വൈകുന്നേരം നിനക്ക് ഒരു ലൊക്കേഷൻ അയച്ചു തരാം. അവിടെയാണ് സ്ഥലം. നീ പങ്കെടുക്കുന്നുണ്ടോടാ ഫ്രാങ്ക്ലിനെ? ആടാ മൈക്കിള്, ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നീ എന്തായാലും വൈകുന്നേരം ലൊക്കേഷൻ അയച്ചോ. എപ്പോഴാണ്, സമയം എപ്പോഴാണ്? അത് നാളെ രാവിലെ 10 മണിക്കാണ് ഫ്രാങ്ക്ലിനെ. ഓക്കെ, അപ്പോൾ നിനക്ക് ബോക്സിംഗ് ഒക്കെ അറിയാമോ? അതൊക്കെ അറിയാടാ മൈക്കിളെ. ഓക്കെ, അതൊക്കെ ഒന്നും കൂടെ പ്രാക്ടീസൊക്കെ ചെയ്താൽ മതി. എടാ ഫ്രാങ്ക്ലിനെ, നല്ല ഇടി കിട്ടും കേട്ടാ. അതൊക്കെ ഓക്കെ. എന്നാലും 1 കോടി രൂപ സമ്മാനം കിട്ടുന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ശരിയടാ മൈക്കിളെ. ആടാ ഷിൻചാനെ, നാളെ രാവിലെ 10 മണിക്ക് നമ്മുടെ ഒരു ലോസ് ആൻഡോസ് ഒരു ചലഞ്ച് നടപ്പുണ്ട്. ആ ചലഞ്ച് ബോക്സിങ്ങാ. എടാ 1 കോടി രൂപയാടാ കിട്ടുന്നത്. ഫ്രാങ്കിംബേ, ആടാ ഷിൻചാനെ, ഞാൻ എന്തായാലും പങ്കെടുക്കുന്നുണ്ട്.
ഫ്രാങ്കിൻ ബൈ ബോക്സിംഗ് ചലഞ്ച് എല്ലാവരും ബോക്സിംഗ് അറിയോ ഫ്രാങ്കിൻ ബൈക്ക്? എടാ ഷിൻചനെ അറിയാവോന്നോ? പണ്ട് സ്കൂളിൽ പിള്ളേരെന്നെ എന്താ വിളിച്ചുകൊണ്ടിരുന്നത് അറിയോ? മൈക്ക് ടൈസൺ. ഞാൻ പണ്ട് സ്കൂളിൽ എത്ര പേരെ ഇടിച്ചിട്ടിട്ടുണ്ടെന്ന് അറിയാവോടാ ഷിൻചനെ? ഞാനൊരു ബോക്സറായിരുന്നടാ. ഒന്ന് പോ ഫ്രാങ്കിൻ ബൈ, രാവിലെ തന്നെ ചുമ്മാ തള്ളാതെ. എടാ ഷിൻചനെ തള്ളൊന്നും അല്ല, എനിക്കൊരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു. നീ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഫ്രാങ്കിൻ ബൈ എന്നാ പിന്നെ ബോക്സിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യും ഫ്രാങ്കിൻ ബൈ. നാളെ ആ ഒരു സമ്മാനം നമുക്ക് കിട്ടണ്ടേ, 1 കോടി രൂപ. എന്നിട്ട് ആ ഒരു ഏതെങ്കിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാർ വാങ്ങിച്ചിട്ട് ആ സുരേഷിന്റെ ഫ്രണ്ടെ കൊണ്ട് ഷോ കാണിക്കണ്ടേ ഫ്രാങ്കിൻ ബൈ? അപ്പോൾ വേഗം തന്നെ പ്രാക്ടീസ് ചെയ്യും ഫ്രാങ്കിൻ ബൈ ബോക്സിങ്. എടാ ഷിൻചനെ ശരിയാണ്, പക്ഷേ ഈ ഒരു നെട്ടുച്ച സമയത്തെ പ്രാക്ടീസ് ചെയ്താൽ ശരിയാവത്തില്ല. നമുക്ക് വൈകുന്നേരം പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഫൈനലി വൈകുന്നേരം ആയിട്ടുണ്ട്. സോ ഞാൻ ഇത്രയും നേരം നമ്മുടെ ഒരു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമായിരുന്നു. കാരണം നാളെയല്ലേ നമ്മുടെ ആ ഒരു ബോക്സിങ് ചലഞ്ച്. സോ അപ്പോൾ നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഇടിക്ക് നല്ല പവർ കിട്ടാനായിട്ടാണ് ഞാൻ ഇത്രയും നേരം ഈ ഒരു വർക്കൗട്ടൊക്കെ ചെയ്തത്. സോ നമ്മുടെ കൈക്കൊക്കെ നല്ല ബലം വേണം ഫൈറ്റ് ചെയ്യുമ്പോൾ. സോ അപ്പോൾ നമ്മുടെ മസിലൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഫ്രാങ്കിൻ ബൈ വേഗം ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യും. ഞാൻ ഒന്ന് കാണട്ടെ ഫ്രാങ്കിൻ ബൈ ചെയ്യുന്ന ബോക്സിംഗ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആടാ ഷിൻചനെ, ഞാൻ ഇപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്യാം. വാടാ ഷിൻചനെ, നമുക്കിപ്പോൾ തന്നെ പോയിട്ട് നമ്മുടെ ഒരു ബോക്സിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. എടാ ഷിൻചനെ, പിന്നെ ഞാൻ കുറേ നാളെ ബോക്സിംഗ് ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ അത് എത്രത്തോളം കറക്റ്റ് ആവണം എന്നില്ല. അത് ഫ്രാങ്കിൻ ബൈ ചെയ്യ് ഫ്രാങ്കിൻ ബൈ, ഞാൻ ഒന്ന് കാണട്ടെ. ഓക്കെ ആടാ ഷിൻചനെ, ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ബോക്സിങ് ചെയ്ത് നോക്കാം. എടാ ഷിൻചനെ, ഇതൊക്കെ ഞാൻ ചെറുതായിട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഫ്രാങ്കിൻ ബൈ എന്ത് സ്പീഡാ ഫ്രാങ്കിൻ ബൈ, പൊളി ഫ്രാങ്കിൻ ബൈ, ഇതൊക്കെ കൊള്ളാം. ഫ്രാങ്കിൻ ബൈക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നോ? എടാ ഷിൻചനെ, അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? അതല്ലേടാ പറഞ്ഞേ, ഞാൻ സ്കൂളിലൊക്കെ ഒരു ബോക്സറായിരുന്നു ഞാൻ പറഞ്ഞില്ലേ. ഇതൊക്കെ തന്നെ, പക്ഷെ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ബോക്സിങ്ങിലൊക്കെ, ഞാൻ മറന്നുപോയി. സോ അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാം. ഇപ്പം ഞാൻ മെയിനായിട്ട് നമ്മുടെ ഒരു ഫേസിലിടിക്കുന്ന പഞ്ചാണ് ഞാൻ നോക്കുന്നത്. കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാം, അതായത് വേറെ സ്റ്റെപ്പുകളൊക്കെ ഈ ബോക്സിങ്ങിൽ തന്നെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെ കുറേ നേരം പ്രാക്ടീസ് ചെയ്യാം. ഫ്രാങ്കിൻ ബൈ കൊള്ളാം ഫ്രാങ്കിൻ ബൈ, നല്ല രസമുണ്ട്. ആടാ ഷിൻചനെ, ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്യാം. ഗെയ്സ്, രാത്രി ആയിട്ടുണ്ട്. നമ്മൾ വൈകുന്നേരം കുറേ പ്രാക്ടീസൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഫ്രാങ്കിൻ ബൈ വേഗം കിടന്ന് ഉറങ്ങും ഫ്രാങ്കിൻ ബൈ, രാവിലെ എണീറ്റിട്ട് ബോക്സിങ്ങിന് പോകാനുള്ളതല്ലേ. ഫ്രാങ്കിൻ ബൈയുടെ ഫൈറ്റ് ഞാൻ നാളെ കാണും. എന്നിട്ട് ഫ്രാങ്കിൻ ബൈ തന്നെ ജയിക്കുമല്ലോ അല്ലേ? അതൊരു ചോദ്യമാടാ, ഞാൻ തന്നെ ജയിക്കും. നീ പ്രാർത്ഥിക്കും ഞാൻ തന്നെ ജയിച്ചാൽ മതി. എന്നിട്ടാ വേണം ആ ഒരു 1 കോടി രൂപ സമ്മാനം സ്വന്തമാക്കാൻ. എന്നിട്ട് ആ ഒരു എക്സ്പെൻസീവ് കാറ് വാങ്ങിച്ച് ആ സുരേഷിൻ്റെ മുമ്പേ കൊണ്ട് ഷോ കാണിക്കണം. അത് നമുക്കെന്തെങ്കിലും കിടന്നുറങ്ങാം. 10 മണിക്കാണ് ആ ഒരു ബോക്സിങ് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി നമ്മൾ ഉറങ്ങിയിട്ടെങ്ങാനും എണീക്കാൻ വൈകിക്കഴിഞ്ഞാൽ പിന്നെ അത് മതി. ഫ്രാങ്കിൻ ബൈ എണീക്ക്, ബോക്സിങ്ങിന് പോകണ്ടേ? എന്താടാ ഷിൻചനെ? ഓക്കെ, രാവിലെ. നീ വിളിക്കുന്നതായിട്ടാടാ ഞാൻ ഇപ്പോൾ എണീറ്റ് നിൻ്റെ ഒച്ച കേട്ടിട്ട്. പറഞ്ഞാലും ബോക്സിങ്ങിന് പോകണ്ടേ? എടാ ഷിൻചനെ, സമയം എത്രയായി? ഫ്രാങ്കിൻ ബൈ സമയം 9:30. 10 മണിക്ക് ബോക്സിംഗ് സ്റ്റാർട്ട് ചെയ്യും. വേഗം പോവാം ഫ്രാങ്കിൻ ബൈ. ആടെ ഷിൻചനെ, വേഗം പോവാം. നമ്മുടെ മൈക്കിൾ നമുക്ക് ലൊക്കേഷനൊക്കെ അയച്ചു തന്നതുകൊണ്ട് കുഴപ്പമില്ല. അവൻ കാരണമാണ് നമ്മൾ ഈ ഒരു ബോക്സിങ് ഫൈറ്റ് ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞത്. ഓക്കെ, വേഗം കയറ ഷിൻചനെ. എന്നിട്ട് ഞാൻ എങ്ങനെയും ജയിച്ചാൽ മതിയായിരുന്നു. ജയിക്കാനായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. വേഗം കയറ ഷിൻചനെ. ഓക്കെ ഗെയ്സ്, നമ്മുടെ ആ ഒരു മൈക്കിൾ അയച്ചു തന്ന ലൊക്കേഷൻ കാണിക്കുന്ന ഇവിടെയാണ്. എടാ ഷിൻചനെ, അതെ അവിടെ കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെയാണ് തോന്നുന്നു നമ്മുടെ ഒരു ബോക്സിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ബോക്സിംഗ് ഒക്കെ ആടെ ഷിൻചനെ ഇവിടെ തന്നെയാണ് തോന്നുന്നു. സോ നമുക്കെന്തെങ്കിലും ഇറങ്ങിച്ചെന്ന് ഇവിടെ ആരുടെ അടുത്തെങ്കിലും ചോദിച്ചു നോക്കാം. എനിക്ക് തോന്നുന്നു സോ നമ്മൾ ഇവിടെയാണ് തോന്നുന്നു ആ ഒരു ബോക്സിങ് കാര്യങ്ങളൊക്കെ ഫൈറ്റൊക്കെ ചെയ്യാൻ പോകുന്നത്. സോ ഇതിൻ്റെ ഉള്ളിലാണെന്നാണ് തോന്നുന്നത്. ആടെ ഷിൻചനെ, അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. നമുക്കെന്തായാലും ചോദിച്ചു നോക്കാം. ചേട്ടാ, ഈ ബോക്സിംഗ് ഒക്കെ ഇവിടെയാണോ നടക്കാൻ പോകുന്നത്? എന്താ ബോക്സിങ്ങോ? അത് ഇവിടെ തന്നെയാണ് നടക്കുന്നത്. നിങ്ങളെന്തിനാ വന്നത്? ഇത് കാണാനാണോ? അല്ല ചേട്ടാ, ഇത് കാണാനല്ല, ഇതിൽ പങ്കെടുക്കാൻ വന്നതോ. ഇത് നമുക്ക് ഫൈറ്റ് ചെയ്യാനായിട്ട് വന്നതോ? ആണോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോയിക്കോ. ഇപ്പോൾ കൂടെ ഫൈറ്റ് ചെയ്യേണ്ട ആൾ വരും. എന്നിട്ട് അവരുടെ കൂടെ ഫൈറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് 1 കോടി രൂപ ക്യാഷ് പ്രൈസായിട്ട് കിട്ടും. നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് ഫ്രാങ്ക്ലിൻ. ഓക്കെ, അപ്പോൾ
ആൾ ദ ബെസ്റ്റ് ഫ്രാങ്ക്ലിൻ, നിങ്ങൾ ഈ ഒരു ചലഞ്ചിൽ ജയിക്കട്ടെ. സോ ഇപ്പോൾ തന്നെ ഈ ഒരു ബോക്സിങ് സ്റ്റാർട്ടാവും. നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിക്കോ. എന്താ ശരി കേട്ടാ. എടാ ഷിൻചനെ നോക്കടാ, എന്തോരം ആൾക്കാരാണ് ഈ ഫൈറ്റ് കാണാൻ നിൽക്കുന്നത്. പക്ഷെ ആൾക്കാരൊക്കെ ഞാൻ വിചാരിച്ചു കുറേ ആൾക്കാർ കാണുന്നു, ഇത്ര ആൾക്കാരേ ഉള്ളൂ. ഫ്രാങ്കിൻബേയുടെ പുറകിൽ ആരോ നിൽക്കുന്നു. അവരാ തോന്നുന്നു ഫ്രാങ്കിൻബേയുടെ കൂടെ ഫൈറ്റ് ചെയ്യണ്ടേ. ആരടാ? ഓക്കെ, ഇയാളെ ഇവൻ ഒരുത്തനേ ഉള്ളോ? നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് ഫ്രാങ്ക്ലിൻ. ഓ, നീയാണോ എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വന്നായി? ഇവനെയൊക്കെ ഒറ്റയടിക്ക് തീർക്കാം. എടോ ആദ്യം ഫൈറ്റ് തുടങ്ങട്ടെ, അത് കഴിഞ്ഞിട്ട് അറിയാം ആര് ജയിക്കും ആര് തോക്കുന്നു. നമുക്കാദ്യം ഫൈറ്റ് ചെയ്ത് നോക്കാം. എടാ ഷിൻചനെ, നീ ഇവിടെ സൈഡിൽ മാറി നിന്നോ. ഫ്രാങ്കിൻബേ ജയിക്കും. എന്ത് ഇവൻ ജയിക്കുന്ന? ഞാൻ ജയിക്കും. ഒന്ന് പോടക്കായി, ഞാനേ ജയിക്കും. ഇവരെയൊക്കെ പുഷ്പം പോലെ ഇടിച്ചിടാമല്ലോ. ചേട്ടാ, നമ്മുടെ ഇത് കഴിഞ്ഞോട്ടെ, എന്നിട്ട് നോക്കാം ആര് ജയിക്കില്ലെന്ന്. ഈ ഒരു ഫൈറ്റ് തുടങ്ങിക്കോട്ടെ. ഫൈറ്റ് തുടങ്ങാനുള്ള സമയമായി, വേഗത്തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യൂ. ഓക്കെ. അവിടുന്ന് ആൾക്കാർ ഫൈറ്റ് തുടങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. ഇവരെയൊക്കെ ഒറ്റയടിക്ക് ഇടിക്കുക. എന്താടാ ഇന്നാ പിടിച്ചോ? എന്താടാ? ഓക്കെടാ ഷിൻചാനെ. ഓക്കെ, അങ്ങനെ നമ്മൾ എങ്ങനെ ഇവനെ ഇടിച്ചിട്ടിട്ടുണ്ട്. ആടാ ഷിൻചാനെ, പറഞ്ഞൂലെ ആ ഒരു ക്യാഷ് പ്രൈസ് കിട്ടുമല്ലോ, നമുക്ക് അയാളുടെ അടുത്ത് ചോദിച്ചു നോക്കാം. ഇവിടെ ഇരിക്കുന്ന പുള്ളി എടുത്ത് നോക്കിയാൽ. ചേട്ടാ, ഞങ്ങൾ ആ ഒരു ഫൈറ്റിൽ ജയിച്ചു. അപ്പോൾ ആ ഒരു 1 കോടി രൂപ. എന്താ ജയിച്ചെന്നോ? അതെങ്ങനെ ജയിച്ചെന്നോ? ഇനി 2 പേര് വരും. ആ 2 പേരെ ഒരുമിച്ചിടിക്കണം. ഇപ്പോൾ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇനി 2 പേര് വരും. ആ റിങ്ങിൽ 2 പേരുണ്ടാവും. അവരെ കൂടെ ഒറ്റയടിക്ക് ആ 2 പേരുടെ കൂടെയാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടത്. അവരെയും കൂടെ ഇടിച്ചിട്ടാലേ നിങ്ങൾക്ക് ആ ഒരു 1 കോടി രൂപ സമ്മാനമായി ലഭിക്കൂ. എന്താടാ, അപ്പോൾ ആ ഒരു ഫൈറ്റ് കഴിഞ്ഞില്ലേ? പിന്നെ എന്താടാ, 1 കോടി രൂപ വെറുതെ കിട്ടുമോ? എന്താ? ശരി. എടാ ഷിൻചാനെ, നീ ഇവിടെ തന്നെ നിൽക്ക്. ഇനി ആരാണോ വരാൻ പോകുന്നത്? ഫ്രാങ്കിൻബേനെ കൊണ്ട് പറ്റും. 10 അല്ല 100 പേരാണെങ്കിൽ ഫ്രാങ്കിൻബേക്ക് ഇടിച്ചിടാൻ പറ്റും. ഇപ്പോൾ 2 പേരല്ലേ ഉള്ളൂ. എടാ ഷിൻചാനെ, നീ അധികം പൊക്കാതെ. ഓക്കെ, ഇവിടെ 2 പേര് വന്നിട്ടുണ്ട്. സോ ഇവരുടെ കൂടെയാണ് തോന്നുന്നു നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്. ഇവനാണ് നമ്മുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വരുന്നത്. ഇവനെയൊക്കെ പുഷ്പം പോലെ ഇടിച്ചിടാവുന്നേ ഉള്ളൂ. ഫ്രാങ്കിൻബേനെ കൊണ്ട് പറ്റും. ആടാ ഷിൻചാനെ, നീ നല്ലോണം പ്രാർത്ഥിക്ക്. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് ഇവന്മാർ ഡ്രസ്സ് മാറി. സോ ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. എന്താടാ, നീ എന്നെ ഇടിക്കാറാ? എന്നാ പിടിച്ചോ? എടാ, ഇവന്മാർ ഭയങ്കര ഇടിക്കാരാന്ന് തോന്നുന്നു. ഫ്രാങ്കിൻബേനെ കൊണ്ട് പറ്റും. എടാ, ഈ നല്ല ടഫാടാ. ഇവന്മാർ ഭയങ്കര ഇടിയാടാ ഷിൻചാനെ, ഭയങ്കര ഇടിയാ. ഓക്കെ, ഫ്രാങ്കിൻബേ കളിച്ചത് മതി, അടിച്ചു കളഞ്ഞിട്ട് വാ. ഓക്കെടാ ഷിൻചാനെ, ഇന്നാ പിടിച്ചോ. അല്ല പിന്നെ നീ എൻ്റെ അടുത്ത് കളിക്കാറായടാ. ഓക്കെ, അല്ല പിന്നെ അവൻ എൻ്റെ അടുത്ത് കളിക്കാറേ. അല്ല പിന്നെ ഇത്രയൊക്കെ ഉള്ളടാ നീ. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ കാണുന്ന ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ പുള്ളി അടുത്ത് പോയി പറയാം. ഫ്രാങ്കിൻബേ സൂപ്പർ അടിയായിരുന്നു. ഫ്രാങ്കിൻബേ പൊളിച്ചടിക്ക്. ഏട്ടാ ഷിൻചാനെ, ഓക്കെ താങ്ക് യു. നമുക്ക് ഈ പുള്ളി അടുത്ത് ചോദിച്ചു നോക്കാം ഇനി ആ ഒരു 1 കോടി കിട്ടുമെന്ന്. ചേട്ടാ, ഞാൻ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തു, ഞാൻ വിൻ ചെയ്ത്. ഇനി ഈ ഒരു 1 കോടി രൂപ കിട്ടുമോ? മിസ്റ്റർ ഫ്രാങ്ക്ലിൻ, നിങ്ങൾ സക്സസ്ഫുള്ളി ഇത് വിജയിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ തന്നെ 1 കോടി രൂപ വരും. കൺഗ്രാജുലേഷൻസ് ഫ്രാങ്ക്ലിൻ. ഓക്കെ താങ്ക് യു. എടാ ഷിൻചാൻ, ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമ്മുടെ അക്കൗണ്ടിലോട്ട് 1 കോടി രൂപ വരുന്നതാണ്. അത് നമുക്കെന്തായാലും നോക്കാം വന്നോ ഇല്ലയോ എന്ന്. എടാ ഷിൻചാനെ, നമ്മുടെ അക്കൗണ്ടിലോട്ട് 1 കോടി രൂപ വന്നടാ. ഫ്രാങ്കിൻബേ, അപ്പോൾ നമ്മൾ ആ ഒരു കാറ് വാങ്ങിക്കാം ഫ്രാങ്കിൻബേ നമുക്ക്. ആടെ ഷിൻചാനെ, നമുക്ക് 1 കോടി രൂപ കിട്ടിയില്ലേ? അപ്പം നമുക്ക് ഒരു അടിപൊളി എക്സ്പെൻസീവായിട്ടുള്ള കാറ് വാങ്ങിക്കണം. എന്നിട്ട് ആ ഒരു സുരേഷിൻ്റെ ഫ്രണ്ടെ കൊണ്ടുപോയിട്ട് ഷോ കാണിക്കണം. അവൻ എന്താ പറഞ്ഞാൽ എൻ്റെ സ്പ്ലെൻഡർ പാട്ട സ്പ്ലെൻഡറാണെന്നല്ലേ? അതെനിക്കങ്ങോട്ട് പിടിച്ചിട്ടില്ല. അവൻ എൻ്റെ അടുത്ത് അവൻ്റെ കളി. ഞാൻ ഇപ്പം തന്നെ പോയി ഒരു കാറ് വാങ്ങിക്കും. ഗെയ്സ്, നമ്മൾ നമ്മുടെ സിമിയൻ്റെ ഷോറൂമിലോട്ട് എത്തിയിട്ടുണ്ട്. ഫ്രാങ്കിൻബേ, നമുക്ക് കാറ് വാങ്ങിക്കാം ഫ്രാങ്കിൻബേ, നല്ല മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറ്.
ആടെ ഷിൻചാനെ അത് തന്നെ ചെയ്യുന്നത്. അവൻ്റെ കാറിനെക്കാട്ടിലും വില കൂടിയ കാറ് നമുക്ക് വാങ്ങിക്കണടാ ഷിൻചാൻ. ഇതെൻ്റെ വാശി. കാരണം അവൻ്റെ സ്പ്ലെൻഡറിനെ പറഞ്ഞ സ്പ്ലെൻഡറിനെ അവൻ പറഞ്ഞ്. അതുകൊണ്ട് ഞാൻ ഒരു മോസ്റ്റ് എക്സ്പെൻസീവ് കാറ് വാങ്ങിച്ചിരിക്കും. ഓക്കെ ഗൈസ്, നമ്മൾ സിമേൻ്റെ ഷോറൂമിലോട്ട് കയറിയിട്ടുണ്ട്. എടാ, ഒരു റോൾസ് റോയ്സ് അല്ലേ ആ കിടക്കുന്നത്? എന്താടാ ഫ്രാങ്ക്ലിനെ, നീ ഇപ്പൊ ഇങ്ങോട്ടൊക്കെ എന്താ വല്ല ബൈക്കോ വല്ല വാങ്ങിക്കുന്നുണ്ടോ? എടാ സിമിയ, ബൈക്കല്ല, ഒരു കാറ് വാങ്ങിക്കാനാ. അതും ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറ്. ആടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറ് തന്നെയാണ് ഇവിടെയൊക്കെ കിടക്കുന്നത്. നീ നോക്ക് ഏതാ നിനക്ക് ഇഷ്ടപ്പെട്ട അതൊക്കെ വാങ്ങിക്ക്. എടാ ഷിൻചാൻ, അത് ഈ ഒരു റോൾസ് റോയ്സ് നമുക്ക് നോക്കാം. എടാ സിമി, ഈ റോൾസ് റോയ്സിന് എത്ര രൂപയാ? എടാ, ഈ റോൾസ് റോയ്സിന് 10 കോടിയാണ് വില വരുന്നത്. എന്താടാ 10 കോടിയോ? എടാ ഷിൻചാനെ, നമ്മുടെ കയ്യിൽ ആപ്പാടെ 1 കോടിയേ ഉള്ളൂ. ഇത് 10 കോടി. ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയ കൂടത്തിലടാ ഷിൻചാനെ. സോ സൈഡിൽ അവിടെ ഏതോ ഒരു കാറ് കിടപ്പുണ്ട്. ഇവിടെ ഇത് ഏതോ കാറാണ്. ഓക്കെ, എടാ ശരിയാണല്ലോ. എടാ BMW അല്ലേടാ ഇത്? എടാ സിമി, BMW എത്രയാ? എടാ ഫ്രാങ്ക്ലിനെ, ഈ BMW 1 കോടി രൂപയാണ് വരുന്നത്. എന്താ? ഓക്കെ. എടാ ഷിൻചാനെ, നമ്മുടെ കയ്യിലുള്ള കറക്റ്റ് പൈസയ്ക്കുള്ള വണ്ടിയാടാ ഇത്. അതും അടിപൊളി വണ്ടി, BMW. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് BMW ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ. അടാ ഷിൻചാനെ, നമുക്കിതിനെ വാങ്ങിക്കാം. കാരണം കൃത്യം 1 കോടിയാണ് ഇതിൻ്റെ വില. ഓക്കെ. എടാ സിമിയ, എന്നാൽ പിന്നെ ഈ കാറ് എനിക്ക് വേണോടെ, ഇത് ഞാൻ വാങ്ങിക്കുക. ആണോ? എന്നാ പിന്നെ നീ ഇതങ്ങ് എടുത്തോ. ഓക്കെ എടാ സിമിയ, ഓക്കെ, താങ്ക് യു. സോ ഗീസ്, നമ്മൾ ഈ ഒരു കാറ് വാങ്ങിച്ചിട്ടുണ്ട് ഗീസ്. ഓക്കെ, സോ ഇത് ഡ്രൈവ് ചെയ്യാനൊക്കെ നല്ല രസമുണ്ട്. ഇത് നല്ലൊരു എക്സ്പെൻസീവ് കാറാണ്. സോ ആ സുരേഷിനെക്കാട്ടിലും എന്തായാലും നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറാണ്. അതായത് ആ കാറിനെ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, ഇത് പുറത്തോട്ട് ഇറങ്ങും. ഓക്കെ, കറക്റ്റായിട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ ഒരു ഉൾവശം. ഓക്കെ. സോ നമ്മൾ നേരെ പോകാൻ പോകുന്നത് മറ്റെവിടെയുമില്ല, ആ സുരേഷിൻ്റെ വീട്ടിൽ. നമ്മൾ വീട്ടിൽ പോവാനോ ഫ്രാങ്ക്ലിൻ? ആരുടെ ഷിൻചാനെ പറഞ്ഞ വീട്ടിലോട്ടെന്ന്? ആ സുരേഷിൻ്റെ വീട്ടിലോട്ടാ. അവൻ്റെ ഫ്രണ്ടിൽ പോയി കാറ് കൊണ്ട് ഞാൻ ഒരു ഷോ കാണിക്കുവാടാ ഷിൻചാനെ, ഷോ കാണിക്കും. എടാ, അതിന് മുമ്പേ ഞാൻ ഒരു കാര്യമുണ്ട്. ഞാൻ ഇവിടെ നിന്ന് വണ്ടി നിർത്തട്ടെ. എടാ ഒന്നുമില്ല, ഞാൻ സൈഡ് നോക്കി നിർത്തട്ടെ. ഓക്കെ, ഇവിടെ നിർത്തുള്ള സ്ഥലമുണ്ട്, ഇവിടെ ഓക്കെ. എടാ ഷിൻചാനെ, നീ വണ്ടിക്കകത്ത് തന്നെ ഇരി. സോ നമുക്ക് ആ ഒരു സുരേഷിനെ വിളിക്കാം. ഹലോ, എന്താടാ ഫ്രാങ്ക്ലിനെ? വണ്ടി ഓടിക്കാൻ തരാൻ പറയാനാണെങ്കിൽ വണ്ടി തരത്തില്ല ഫ്രാങ്ക്ലിനെ, നീ പോയിക്കോ. ആരുടെ സുരേഷെ പറഞ്ഞ നിൻ്റെ വണ്ടി ഓടിക്കാനാണ്? എടാ സുരേഷേ, നീ നിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നിന്നേ. എന്തോടാ ഫ്രാങ്ക്ലിനെ പുറത്തിറങ്ങി നിൽക്കാനോ? എന്തിന്? എടാ ഞാൻ പറയുന്നത് കേൾക്ക്, നീ നിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങി നിൽക്ക്. ഓക്കെ, നമ്മൾ ഫോൺ വെച്ചിട്ടുണ്ട്. അല്ലടാ ഷിൻചാനെ, ഞാൻ അവനെ വിളിച്ചിട്ട് പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു അവൻ്റെ വീട്ടിൽ നിന്ന്. നമുക്ക് ഈ ഒരു കാർ അവൻ്റെ ഫ്രണ്ടെ കൊണ്ട് കാണിക്കണ്ടേ? എടാ ഷിൻചാനെ, അത് ഇവിടെ അടുത്ത് തന്നെ. ഈ വളവേന്ന് നമ്മൾ വളയുമ്പോഴത്തേക്കും എന്താ ആ കാണുന്നതാണ് അവൻ്റെ വീട്. എടാ ഷിൻചാനെ, നോക്കിക്കോ, ആ സുരേഷിൻ്റെ കണ്ണിപ്പോൾ തള്ളും. എടാ, ഈ ഫ്രാങ്ക്ലിൻ എന്തിനാ എൻ്റെ അടുത്ത് വീടിൻ്റെ പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു? എൻ്റെ കാറ് വല്ലതും ഓടിക്കാനായിരിക്കും, ഞാൻ കൊടുക്കത്തില്ല. എടാ ഷിൻചാനെ, നമ്മൾ അവൻ്റെ ഒരു വീട് എത്തിയിട്ടുണ്ട്. എന്താടാ, ഒരു BMW അല്ലേ വരുന്നത്? ആരുടെയാടാ? എടാ ഫ്രാങ്ക്ലിന്, നീ BMW വാങ്ങിയ? ഓ എടാ, എടാ സുരേഷേ, നീ എന്ത് വിചാരിച്ചടാ എൻ്റെ കയ്യിൽ അധികം കാശില്ലെന്നാ? എടാ നോക്കടാ, നിന്നെക്കാട്ടിലും എത്ര വലിയ എക്സ്പെൻസീവ് കാറാണിത്.
എടാ ഫ്രാങ്ക്ലിനെ ഞാൻ എന്നെ സമ്മതിച്ച്. നീ തന്നെയാടാ എന്നെക്കാട്ടിലും വലിയ പണക്കാരൻ. ആ ഓക്കെ ഓക്കെ. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, എന്തായാലും നീ എൻ്റെ സ്പ്ലെൻഡറിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെയ്തത്. ഓക്കെ, ഇല്ലെങ്കിൽ അത് എനിക്ക് തന്നെ ഒരു നാണക്കേട്. എടാ ഫ്രാങ്ക്ലിനെ ഞാൻ സമ്മതിച്ചടാ, സമ്മതിച്ച്. ഓക്കെ സുരേഷ്, ഓക്കെ. ഫ്രാങ്കിൻപേ പൊളിയായിരുന്നു. ഫ്രാങ്കിൻപേയുടെ എൻട്രി ഒക്കെ പൊളിയായിരുന്നു. ആടാ, പക്ഷെ ഞാൻ ആലോചിക്കുന്നത് കുറച്ച് കൂടിപ്പോയോ ഇല്ല. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരും എല്ലാവർക്കും